മംഗളവാദ്യമായ നാഗസ്വരത്തെ തൻ്റെ ആത്മാവിനോട് ചേർത്ത് പിടിച്ച അതുല്യ പ്രതിഭാശാലിയായ കലാകാരനാണ് തിരുവിഴ ജയശങ്കർ സാർ. സംഗീത വഴിയിലെ തൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം സ്റ്റോറി ടെല്ലേഴ്സുമായി പങ്കുവയ്ക്കുന്നു. സ്വാഗതം സാർ. 6 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് ഈ നാഗസ്വര മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരനാണല്ലോ അങ്ങ്. ഒരു നാഗസ്വര ഫാമിലി എന്ന് തന്നെ പറയാം. അച്ഛൻ, മുത്തച്ഛൻ, സാറ് എല്ലാവരും ഒരു നാഗസ്വര ഫാമിലിയാണ്. ഈ ഒരു ലീനേജിനെ കുറിച്ച്, ഈ പരമ്പരയെ കുറിച്ചൊന്ന് പറയാമോ? തിരുവിഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് എൻ്റെ അച്ഛനും ഞാൻ 5 വയസ്സ് വരെ ജീവിച്ചത്. ഈ തിരുവിഴ എന്ന് പറഞ്ഞ സ്ഥലം എവിടാന്ന് പലർക്കും അറിയാമെന്നില്ല. ഈ ചേർത്തല അടുത്ത്, ചേർത്തലയിൽ നിന്ന് ആലപ്പുഴ പോകുന്ന ആ റൂട്ടിൽ കുറച്ചൊരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പടിഞ്ഞാട്ട് തിരിയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് തിരുവിഴ. ഈ മരുന്ന് സേവ നടത്തുന്ന ഒരു സ്ഥലമാണ് ശിവന്റെ അമ്പലം. ഈ കാളകൂട വിഷം അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ആ ശിവന്റെ ഇത് കഴുത്തിൽ ഇങ്ങനെ നിറം ഇപ്പോഴും അതുണ്ടെന്നാ പറയുന്നത്. അവിടെ അതിന് ഈ മരുന്ന് സേവ നടത്തുന്ന ഒരു സ്ഥലം ഇപ്പോഴും അത് വളരെ ഇതായിട്ട് അപൂർവമായിട്ട് കാണുന്ന ഒരു 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 ഔഷധ കൂട്ടാണ് അവിടെ നടത്തുന്നത്. ഇപ്പോഴും ദിവസവും ഒരു 40-50 പേര് അവിടെ ഈ മരുന്ന് സേവയ്ക്കായിട്ട് എത്തുന്നുണ്ട്. ഈ അമ്പലത്തിലെ ചുറ്റുപാടുകളിലുള്ള ഈ ചെടികളിൽ നിന്ന് അത് പറിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് അമ്പലത്തിൽ നിവേദിച്ചിട്ട് അടുത്ത ദിവസം രാവിലെയാണ് ഇത് സേവിക്കുന്നത്. അപ്പൊ അത് സേവിച്ച് അങ്ങനെ പരിപൂർണമായിട്ട് ഒരു മനസ്സിനും ആത്മാവിനും ഒരു ശാന്തി വന്നിട്ടാണ് ഉച്ചയോടുകൂടി എല്ലാവരും തിരിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ മരുന്ന് സേവയ്ക്ക് പ്രാധാന്യമുള്ള തിരുവിഴ എന്ന സ്ഥലത്താണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ തിരുവിഴ ശങ്കുപ്പണിക്കർ, എൻ്റെ അച്ഛൻ തിരുവിഴ രാഘവ പണിക്കർ. ഞാൻ ഒരു 5 വയസ്സ് വരെ ഞാൻ അവിടെ ജീവിച്ചത്. അതേ സമയത്ത് എൻ്റെ അച്ഛന് അന്ന് ഈ തമിഴ്നാട്ടിലൊക്കെ പോയി പിന്നെ ദാസനൊക്കെ പഠിച്ച് ചേർത്തല ഭാഗങ്ങളിലൊക്കെ കച്ചേരിയൊക്കെ ചെയ്തുകൊണ്ട് വരുന്നൊരു സമയമാണ്. അപ്പൊ രാജകൊട്ടാരത്തിന് വിളിച്ച് പറഞ്ഞ് കോട്ടയം ദുരിതക്കര അമ്പലത്തിൽ നാസർ വിദ്വാനായിട്ട് അച്ഛനെ നിയമിച്ചു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കുടുംബത്തോടു കൂടി ഞങ്ങള് കോട്ടയം ദുരിതക്കര അമ്പലത്തിന്റെ ആ ഭാഗത്തായിട്ട് താമസം തുടങ്ങി. അച്ഛന് കോട്ടയം ദുരിതക്കര അമ്പലത്തില് പ്രധാന നാഗസ്വര വിദ്വാനായി. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം കോട്ടയത്താണ്. 5 വയസ്സ് വരെ ഞാൻ വന്നതാണല്ലോ. അപ്പൊ അവിടെയാണ് ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം. അച്ഛൻ അമ്പലത്തിൽ വായിക്കുന്നതും ഈ വീട്ടില് അച്ഛന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഒരു 10-12 ശിഷ്യന്മാരുണ്ട്. അവരെല്ലാം വീട്ടില് താമസിച്ച് അങ്ങനെ ഈ പണ്ടത്തെ ഗുരുശിക്ഷ സമ്പ്രദായ പ്രകാരം പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോ ഇതെല്ലാം കണ്ടും കേട്ടുമാണ് എൻ്റെ വളർച്ച കൊച്ചിലെ മുതല്. അതിൻ്റെ കൂടെ ഈ സ്കൂൾ ജീവിതവും ഇങ്ങനെ തുടർന്നു. അപ്പൊ ഏകദേശം കുറച്ചാണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൂപ്പൻ എന്നെ പാട്ടൊക്കെ പഠിപ്പിക്കും. ഈ പണ്ടത്തെ സരിഗമ പദനിസ അങ്ങനെ അലങ്കാരങ്ങള് വർണ്ണം വരയ്ക്കുക. ഞങ്ങളുടെ ഒരു കുട്ടികള് എൻ്റെ പിന്നെ അനിയത്തിമാരുടെ കുട്ടികളുണ്ട്, എല്ലാവരും കുട്ടികളുണ്ട്. അവരെല്ലാവരും കൂടി എല്ലാവരും കൂടെ ഇരുന്ന് അനിയത്തിമാരെല്ലാം കൂടെ ഇരുന്ന് ഒരു 10-12 കുട്ടികളുണ്ട്. എല്ലാവരും നേരത്തെ പാട്ട് പഠിപ്പിക്കും. ഈ പാട്ട് പഠിപ്പിക്കുമ്പോൾ അപ്പൊ ഈ വൈകുന്നേരം ഒരു 4 മണി സമയമാണ് പാട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ കുറച്ച് ഉപ്പേരിയൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് ചായ കുടിക്കുന്ന ഒരു സമയമാണ്. നന്നായിട്ടൊരു ഈ സരിഗമൊപ്പത്തന്നെ 4 കാലം വൃത്തിയായിട്ട് പാടുന്നെങ്കിൽ, താളം പിടിച്ച് പാടുന്നെങ്കിൽ അവർക്ക് ഒരു 2 ഉപ്പേരി സമ്മാനം കൊടുക്കും. അതിലെപ്പോഴും ഞാനായിരിക്കും ജയിക്കുന്നത്. അങ്ങനെയാണ് അപ്പൂപ്പൻ്റെ പ്രയോഗം. അങ്ങനെ അപ്പൂപ്പൻ പഠിപ്പിച്ച് ഏകദേശം ഗീതം സ്വരജിത്ത് വരെ എന്നെ പഠിപ്പിച്ച അപ്പൂപ്പൻ പാട്ടില്. അപ്പോഴത്തേക്ക് ഒരു 7-8 വയസ്സായി. അപ്പൊ അതിന്റെ കൂടെ ഈ അച്ഛൻ്റെ ഇങ്ങനെ പഠിപ്പിക്കുന്നതും ഒക്കെ കേട്ട് ഇങ്ങനെ വളർന്ന് ഏകദേശം ഒരു 10-12 വയസ്സായപ്പോൾ എനിക്ക് നാദസ്വരം പഠിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം. അപ്പൊ അച്ഛൻ ഇതിന് ഒട്ടും താല്പര്യമില്ല, എന്നെ പഠിപ്പിക്കുന്നതിൽ വലിയ താല്പര്യമില്ല. അച്ഛന് നാദസ്വരം പഠിപ്പിക്കുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. അത് കാരണം അന്നത്തെ കലാകാരന്മാരുടെ ഒരു ജീവിത രീതി വേറെ രീതിയിലാണ്.
പിന്നെ ഈ പരസ്പര ഒരു ഒരു ധാരണയില്ല. ഈ വിദ്വാന്മാര് തമ്മിൽ പരസ്പരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഒരു ഇതാണ്. അത് കാരണം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇവൻ മുമ്പോട്ട് പോയാൽ ഇതും കൊണ്ട് ശരിയാകത്തില്ല എന്നൊരു അച്ഛൻ്റെ ഒരു ധാരണ. ഈ കലാകാരന്മാർ തമ്മിൽ ശരിക്കും ഒരു ഐക്യമില്ലായിരുന്നു. ഐക്യമില്ലായിരുന്നു, പണ്ട് മുതലേ ഇല്ല. അപ്പൊ ഇവൻ ഇതും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു കുഴപ്പമാണല്ലോ. അതുകൊണ്ട് വേണ്ട, ഇവനെ പഠിപ്പിക്കേണ്ട, ഇവൻ എന്തെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ നടത്തി എന്തെങ്കിലും ജോലിയിൽ പോയാൽ മതി എന്നൊരു ഉദ്ദേശം വരുന്ന അച്ഛന്. പക്ഷെ എനിക്ക് ഇതെങ്ങനെയെങ്കിലും പഠിക്കണം എന്ന് വലിയൊരു ആഗ്രഹമാണ്. ഇത് ഞാൻ എൻ്റെ അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പ എനിക്ക് നാസരം പഠിച്ച് കൊണ്ടുപോകുന്നു. അപ്പൂപ്പനെ കുറച്ചായിട്ട് ഞാൻ ആലോചിച്ചു. ഇവന് ഞാൻ പറയുന്ന കാരണം അപ്പൂപ്പനെ ഞാൻ അടിച്ചിട്ട് ശരി. അപ്പൂപ്പനെ അച്ഛൻ അറിയാതെ തന്നെ പിന്നെ മുറിയിട്ടിരുത്തി നാസറൊക്കെ എടുത്ത് തന്ന് ശരളി വരച്ചൊക്കെ വായിപ്പിച്ച്. അപ്പൊ അച്ഛൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നിർത്തും. അങ്ങനെ അടുത്ത് കുറച്ച് നാള്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ഏകദേശം ഒരു വർഷം പോയി. ഇതെല്ലാം കഴിഞ്ഞ് അപ്പൊ അച്ഛന് മനസ്സിലായി ഇത് ഇവൻ നാസറം പഠിച്ചു തുടങ്ങി എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അച്ഛൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അച്ഛനൊന്നും വേണ്ടിയില്ല. ഞാൻ ശരിക്കൊരു 12 വയസ്സായപ്പോഴേ അമ്പലത്തില് അപ്പൊ അച്ഛന് ഏതാണ്ട് ഒരു വാലായ്മ വന്ന് അമ്പലത്തിൽ കയറാൻ മേലാത്ത ഒരു രീതിയായി. പിന്നെ അച്ഛൻ്റെ ശിഷ്യന്മാരും ഒന്നും ആരും ഇല്ല അവിടെ. അപ്പൊ അമ്പലത്തിൽ ദിവാരാധനയ്ക്ക് വായിക്കണം വൈകുന്നേരം തിരുനക്കര ക്ഷേത്രത്തിൽ. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ റെഡിയായിട്ട് വാ, നമുക്ക് അമ്പലത്തിൽ പോയി ഇന്ന് നിന്റെ അരങ്ങേറ്റം അവിടെ തന്നെ നടത്തേക്കാം എന്ന് പറഞ്ഞു. ഓ, ഇതിൽ കൂടെ ഒരു ഭാഗ്യമാണ്. ഞാൻ മനസ്സിൽ ഞാൻ വലിയ ഇതായിട്ട് ഞാൻ ഉടനെ എല്ലാം കുടിച്ച് റെഡിയായിട്ട് അവർക്ക് അപ്പൂപ്പൻ്റെ കൂടെ നേരെ തിരുനക്കര അമ്പലത്തിൽ ചെന്നു. അപ്പൂപ്പനെ നേരെ അകത്ത് പോയി മേൽശാന്തി അദ്ദേഹത്തിനെ കൊണ്ട് ജക്ഷനെ കുളിപ്പിച്ച് നാത്രം വാങ്ങി എൻ്റെ കൈ തന്ന് ആ ബലിക്കപ്പരയിലൊരു അവിടെ നിന്ന് അപ്പം പറഞ്ഞു, തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കല്യാണി രാഗത്തിൻ്റെ ഈ സ്വാതിര നല്ല ഒരു കീർത്തനമുണ്ട്, സാരസസ്വദന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കല്യാണി രാഗം എൻ്റെ മനസ്സിൽ തോന്നിയൊക്കെ അങ്ങ് വായിച്ചു. അന്ന് ആ ദിവാരാന്തിക്ക് അങ്ങനെയൊക്കെ വായിച്ചു. ഈ കീർത്തനവും വായിച്ചപ്പോഴത്തെ ദിവാരാനിയായി നട തുറന്നു. തുറന്ന് ഭഗവാനെ തൊഴുത്. അപ്പൊ ഏതാണ്ട് വലിയ കാര്യത്തിൽ ചെയ്തെന്നുള്ള രീതിയിൽ ഞാൻ വരിക. അപ്പൊ അപ്പം പറഞ്ഞു, നന്നായി ഇത് കിട്ടുന്നുണ്ട്. അപ്പം അപ്പൊ ഞാനിങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് 2-3 വീട്ടില് ഒരു വക്കീൽ സുബ്രഹ്മണ്യരുണ്ട്, താമസിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യരുടെ അദ്ദേഹത്തിന്റെ അമ്മ പാട്ടിയമ്മയാന്ന്, പാട്ടിയമ്മ എന്നാ വിളിക്കുന്നത്. അമ്മ അവിടെ വാതിക്ക നിൽക്കുക. ശങ്കരൻകുട്ടി. അപ്പൊ ശങ്കരൻകുട്ടി എൻ്റെ ഓമന പേര് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. നീ നമ്പരത്തിൽ വായിച്ചിരുന്നു, വളരെ നന്നായിരുന്നു കേട്ടോ. ഞാൻ കേട്ടു. ഞാനത് കേട്ടിട്ടായിപ്പോ ഇങ്ങോട്ട് വന്നത്. തിരുനക്കരപ്പൻ എന്നെ അനുഗ്രഹിക്കട്ടെ കേട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞു. മതിയല്ലോ, ഇതിൽ കൂടി എനിക്കത് ഞാൻ വിചാരിച്ചേട്ടാ, ഈ പാട്ടിയമ്മ ഇങ്ങനെ പറയാൻ കാരണം തിരുനക്കരപ്പം പാട്ടിയമ്മയെ കൊണ്ട് പറയിപ്പിച്ചായിരിക്കുന്നു. മനസ്സിന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി നേരെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്നു. വീട്ടിൽ വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അപ്പൂപ്പനോട് പറഞ്ഞു, നമ്മുടെ പാട്ടിയമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ തിരുനക്കരപ്പൻ എന്നെ അനുഗ്രഹിക്കട്ടെ, നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു നന്നായി, അങ്ങനെങ്കിലും അവർക്ക് പറയാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഒരു 12 വയസ്സിൽ ഇതിനെ അവിടെ ബലിക്കപ്പുറയിൽ നിന്ന് വായന ആരംഭിച്ചു. ശരിക്കും ആദ്യത്തെ ഒരു അരങ്ങേറ്റം എന്ന് തന്നെ പറയാം. അരങ്ങേറ്റത്തിന്റെ ഒരു തുടക്കം അത് തിരുനക്കരപ്പനാണ് അത് എന്നെ അനുഗ്രഹിച്ചത്. അതിന് യാതൊരു സംശയമില്ല. വാസ്തവത്തിൽ ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് മനസ്സിലായി ഇവൻ പഠിത്തത്തിൽ വളരെ മോശമാണ്. ഈ പന്തനവാക്കി ഇങ്ങനെ കുറച്ച്. അപ്പൊ അച്ഛൻ്റെ കച്ചേരി എടുക്കാൻ ഒരുപാട് പൊതു സമയമാണ്. അപ്പൊ ഞങ്ങളുടെ ഈ നാഗസ്വര പാർട്ടിയില് 2 നാഗസ്വരം 2 തകില് ശ്രുതി താളം പിടിക്കാൻ ഒരാൾ വേണം. അപ്പൊ അച്ഛന് ഇടയ്ക്കിടയ്ക്ക് എന്നെ കച്ചേരിക്ക് താളം പിടിക്കാനെങ്കിലും കൊണ്ടുപോയി. അപ്പൊ താളം പിടിക്കുമ്പോൾ ഇത് നമുക്ക് വായനയും കേൾക്കാം. അപ്പൊ ഈ താളത്തിന്റെ ഒരു നിർണയം ഒരു നല്ലൊരു സ്വാധീനം കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചില കച്ചേരികൾക്കൊക്കെ എന്നെ അച്ഛൻ ഇങ്ങനെ. അപ്പൊ സ്കൂൾ പഠിത്തം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കായംകുളത്തിനടുത്ത് ഈ പത്തിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എല്ലാ വർഷവും പോകും. അപ്പോൾ ഒരു ദിവസം
അച്ഛനാണെങ്കിൽ തിരുവിടാര പണിക്കരാണെങ്കിൽ അടുത്ത ദിവസം അമ്പലപ്പുഴ സഹോദരന്മാർ, അങ്ങനെ കരക്കാർ നടത്തുന്ന 2 ഇത് പ്രധാനമായിട്ടുള്ള ഉത്സവം. അപ്പൊ ഞാൻ 2-3 വർഷം അവിടെ അച്ഛൻ്റെ കൂടെ ഞാൻ താളം പിടിക്കാനൊക്കെ പോയപ്പോൾ 3-ാമത്തെ വർഷം അവിടെ പതിയൂർ മാധവൻ പിള്ള എന്ന് പറഞ്ഞൊരു വലിയൊരു സ്ഥലപ്രമാണിയുണ്ട്, ഒരാൾ അരിവന്നൂർ മാധവൻ പിള്ള എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടുത്തെ ഒരു വലിയ പ്രമാണിയായിരുന്നു, പിന്നെ വലിയ ദേവി ഭക്തനാവും. പിന്നെ 3-ാമത്തെ വർഷം ഞങ്ങൾ ഇങ്ങനെ ഈ വായന കഴിഞ്ഞപ്പോൾ അദ്ദേഹം അച്ഛൻ്റെ വന്നു, രാഘവപണിക്കർ, നാളെ ശങ്കരൻകുട്ടിയുടെ അരങ്ങേറ്റം ഞാനിവിടെ നടത്താൻ പോകുന്നു. നാളെ അമ്പലപ്പുഴ സഹോദരന്മാർ അവിടെ വായിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ശങ്കരൻകുട്ടിയുടെ അരങ്ങേറ്റം ഞാനിവിടെ നിന്നാണ് നടത്തുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അതിലൊന്നും അവനൊന്നും ആയിട്ടില്ല, അരങ്ങേറ്റം നടത്തിയെങ്കിൽ എന്തെങ്കിലും ഒന്നും അവൻ വായിക്കട്ടെ, അതിനുള്ളതൊന്നും അവന്റെ വായനയിലില്ല. പിന്നെ ചുമ്മാ ഇങ്ങനെ അരങ്ങേറ്റം നിർത്തുകയാണ്, അതൊന്നുമില്ല, അമ്മ വായിക്കുന്നത് വായിച്ചാൽ മതി, നാളെ ഞാൻ ഇവിടെ അരങ്ങേറ്റം നടന്നു. അച്ഛനും മനസ്സോട് കൂടി സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, പിന്നെ രാഘവപണിക്കരും ശങ്കരൻകുട്ടിയും ഇവിടെ മറ്റുള്ളവരൊക്കെ അയച്ചു, അവർ 2 രൂപയിലേക്ക്, നിങ്ങൾ 2 രൂപ വേണം. അടുത്ത ദിവസം രാവിലെ ഒരു 10-12 മണി ആയപ്പോൾ അമ്പലപ്പുഴ സഹോദരന്മാർ ഒരു സ്ഥലത്ത് വന്നു. രണ്ടുപേരും കൂടെ നിന്നാലുള്ള പൊരുത്തം, ആ വായനയുടെ ഈ കേരളത്തിൽ ഇത്രയും നാഗസ്വരത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയത് അമ്പലപ്പുഴ സഹോദരന്മാരാണ്. അമ്പലപ്പുഴ അവരാണ് ഈ ഒരു നാഗസ്വരത്തിൽ ഒരു വലിയൊരു സ്ഥാനം ഉണ്ടാക്കിയത്, മേൽവിലാസം ഉണ്ടാക്കി. പിന്നെ അവര് അതുമാത്രമല്ല, കലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അമ്പലപ്പുഴയിൽ ഒരു കഥകളി വിദ്യാലയം ഉണ്ടാക്കി, അവര് ഒരു പാട്ട് ഈ നാഗസ്വരം പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ടാക്കി, അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്ത്, അങ്ങനെ കലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്ത് കൊടുത്തില്ല. അതിന് മൂത്ത ജ്യേഷ്ഠൻ ശങ്കരാചാര്യ പണിക്കർ, അദ്ദേഹമാണ് ഇതിന്റെ പ്രധാന ആള്. അവർ 2 ആചാരം വായിച്ചുള്ള നല്ല ഒരു നിന്ന് കഴിഞ്ഞാൽ അവര് ഇതൊക്കെ എടുത്തിട്ട് ദാസൻ പിടിച്ചോണ്ട് നിന്നാൽ കാണാൻ തന്നെ ഒരു ചന്തമാണ്. 2 പേരും വന്നു. അപ്പൊ അച്ഛനും ഇവരും ഒക്കെ ആയിട്ട് വലിയ സുഹൃത്തുക്കളാണ്. അപ്പൊ അവർ ഈ അച്ഛന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാനൊക്കത്തില്ല, അത്ര അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ കാണാൻ മാറി നിന്നോണം, ആ രീതിയിലാണ് വീട്ടിൽ ചിട്ടവട്ടങ്ങളൊക്കെ. അങ്ങനെ അപ്പൊ ഞാനിത് മാറി നിന്ന് ഇവര് പറയുന്നതും ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ശങ്കരാചാര്യ പണിക്കർ എന്നെ വിളിച്ചു, ശങ്കരകുട്ടി ഇനി വരാം, എനിക്ക് എന്തോ കീർത്തനം അറിയാം. ഞാൻ പറഞ്ഞ കല്യാണിന്റെ സ്വാധീനത കിട്ടും, മതി, അത് മതി, അത് അറിയാമല്ലോ, മതി, ഒന്നും പേടിക്കട്ടെ കേട്ടോ, ധൈര്യമായിട്ട് വായിച്ചു, അല്ല വളരെ നല്ല ഇതായിട്ട് അമ്മ അനുഗ്രഹിച്ചോളൂ എന്ന് ശങ്കരാചാര്യൻ എന്നോട് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ തന്നെ കുറിച്ചൊരു സമാധാനമായി. കാലം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വിറയ്ക്കുക, 10 മണി ഇവരുടെ കൂടെ എല്ലാം ഇത് വായിക്കുന്നു. ഈ മാത്രം വിളിച്ചിട്ട് എൻ്റെ കയ്യും പിടിച്ച് വൈകുന്നേരം നേരെ അമ്പലത്തിൻ്റെ നടയിൽ ചെന്ന് അകത്തോട്ട് പോയിട്ട് മേൽശാന്തിയെ കൊണ്ട് അദ്ദേഹത്തിനും ദക്ഷിണ കുടിപ്പിച്ച് മകം വിളിച്ചിട്ടും ദക്ഷിണ കൊടുത്ത് നേരെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ ദക്ഷിണ വാങ്ങിച്ചില്ല. കാരണം ഒന്നും അറിയാത്തവന്റെ ഇങ്ങനെ ചേട്ടൻ പിടിച്ചല്ലേ തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ദക്ഷിണ വാങ്ങിക്കത്തില്ല. അച്ഛൻ ദക്ഷിണ സ്വീകരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അവര് സഹോദരന്മാർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് നേരെ ഒരു ഭയങ്കര ജനക്കൂട്ടം അവിടെ കച്ചേരിയായിട്ടാണ്. 2 പേരും അവിടെ ഇരിക്കുക, ശങ്കരാചാര്യനും ഗോപാലചാര്യനും. അതിന്റെ നടുക്കേറ്റം പിടിച്ചിരുത്തി. പിന്നെ ഗോപാലചാര്യൻ നാസർ എടുത്ത് എൻ്റെ കൈ തന്നു. അതിനും എന്തോ ചെയ്യണം, എന്തോ ഒരു ഞാൻ കൊച്ചനെ എനിക്ക് അത്രേ ഉള്ളൂ, ഇതേ ഉള്ളല്ലോ. നാസർ എടുത്ത് വെച്ചിട്ട് ശങ്കരാചാര്യൻ പിന്നെ കല്യാണി രാഗം കുറച്ച് വായിച്ചു. അത് കഴിഞ്ഞിട്ട് കീർത്തനം ആരംഭിച്ചോട്ടെ എന്നോട് വായിച്ചോളാൻ പറഞ്ഞു. ഞാനും കൂടെ ചേർന്ന് വായിച്ച് പല്ലവി അനുപല്ലവി വായിച്ച് നിർത്തിക്കഴിഞ്ഞ് ശങ്കരാചാര്യൻ മൈക്ക് എടുത്തിട്ട് ഞങ്ങളുടെയും തിരുവഴിയുടെയും കാലശേഷം നാഗസ്വരത്തിൽ അടുത്തൊരു ജനറേഷൻ ഇല്ല എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു ഞങ്ങളൊക്കെ. ഈ നാഗസ്വരത്തും അങ്ങനെ ഒരു രീതിയിൽ ക്ഷയിച്ചു പോവും ഈ കല, അങ്ങനെ രീതിയിലോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു വലിയ ഉണങ്ങിയ ആലവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നും
ഒരു മുള പൊട്ടിക്കിളിക്കുന്ന മാതിരി ഇന്ന് ശങ്കരൻകുട്ടി, തിരുവിഴയുടെ മകൻ ശങ്കരൻകുട്ടി ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ്, ഇത് ആരംഭിച്ചിരിക്കുകയാണ്. ഇവന്റെ വായന പത്തിയൊരമ്മ അനുഗ്രഹിച്ച് ഒരു വലിയ വൃക്ഷമായിട്ട്, വടവൃക്ഷമായിട്ട് ഇങ്ങനെ മാറി അവൻ ലോകം മുഴുവൻ അറിയപ്പെടുന്നവനായിട്ട് മാറട്ടെ എന്ന് അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് മാധവപിള്ളത്തിന് ഒരു പവന്റെ സ്വർണ്ണ മെഡല് കൊടുത്ത് അത് ശങ്കരാൻ ചെട്ടി കൊണ്ട് എനിക്ക് ശരിക്കും ആദ്യത്തെ ഒരു പുരസ്കാരമാണ് അതല്ലേ? ആദ്യത്തെ ഒരു പുരസ്കാരം എന്ന് പറഞ്ഞാൽ അത് 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 ഇതിപ്പോ ഒരു അനുഭവം നമുക്ക് കിട്ടാനില്ല എന്റെ ചെറുപ്രായത്തിൽ. അതാ എന്നെ വളർത്തിയത് വാസ്തവം പറഞ്ഞത്. ഇത് അവിടുന്ന് ഇതും വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അപ്പൂപ്പന് സുഖമില്ലാതെ കിടക്കുകയാണ്. പിന്നെ സുഖമില്ലാതെ ഞാൻ കട്ടിൽ കിടക്കുമ്പോൾ ഞാൻ നേരെ ഇവിടെ കൊണ്ടുവന്ന് അപ്പൂപ്പൻ്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് കാൽക്കിൽ കൂട്ടി ഞാൻ നമസ്കരിച്ചു. ആ കിടക്കുന്ന അപ്പൂപ്പൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ആ കണ്ണീര് വന്നപ്പോൾ ആ സന്തോഷം കൊണ്ടുള്ള കണ്ണീര് ഇതൊക്കെ അത് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വാസത്തിൽ എന്തൊരു ആനന്ദവാസം. അപ്പം വിചാരിക്കുകയാണ്, ഇവൻ ഈ പ്രായത്തിൽ ഇത്രയും അവൻ ഒരു മെഡൽ വാങ്ങിച്ചല്ലോ, അങ്ങനെങ്കിലും അവന്റെ കരം വളരെ ഇതായല്ലോ, എൻ്റെ പാരമ്പര്യം തുടരാനായിട്ട് തന്നെ ഉണ്ടായല്ലോ എന്നാൽ ആ സന്തോഷം കൊണ്ട് ഇത് സംസാരിച്ചു. അപ്പൊ ഇത് അപ്പൂപ്പന് കാണാൻ സാധിച്ച ഒരു ഇതല്ലേ, കൊച്ചുമകനെ വാങ്ങിച്ചത് ഇല്ലേ. അപ്പൊ അങ്ങനെ ഒരു അരങ്ങേറ്റം ആണ് യാദൃശ്യമായിട്ട് നടന്നത്. അത് ശരിക്കും ഒരു അരങ്ങേറ്റം മാത്രമായിരുന്നില്ല, ആദ്യത്തെ വലിയൊരു പുരസ്കാരം കൂടെ. വലിയ പുരസ്കാരം കൂടാ. ഇതെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ പിന്നെ ഈ പഠിത്തമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്റർമീഡിയറ്റിൽ ഞാൻ CMS കോളേജിൽ ചേർന്നു. അപ്പോഴത്തേക്ക് എനിക്ക് 17-18 വയസ്സ് ഉണ്ട്. 2 വർഷത്തെ കോഴ്സാണ് ഇന്റർമീഡിയറ്റ്. വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ലോജിക് എന്ന് പറഞ്ഞത് ഇത് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്റർമീഡിയറ്റ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ആൾ ഇന്ത്യ റേഡിയോ മ്യൂസിക് കോമ്പറ്റീഷൻ, അത് 3 സ്ഥലത്ത്, തിരുവനന്തപുരം, മദ്രാസ്, ഡൽഹി, ഇങ്ങനെ 3 സ്ഥലത്താണ് ഇതിന്റെ മത്സരം നടക്കുന്നത്. അപ്പൊ ആദ്യം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് വായിച്ചു, അതിൽ ജയിച്ചു. അപ്പൊ അടുത്തത് പിന്നെ മദ്രാസിലാണ്. മദ്രാസിന്റെ ഇത്രാം തീയതി അവിടെ ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു. അപ്പൊ എൻ്റെ ഒരു ബന്ധുക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ എന്നെ ഇവിടെ ഈ കൊട്ടാരക്കര കൊണ്ടുവന്നിട്ട് അവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്നൊരു ട്രെയിൻ, പുനലൂർ വഴിയുള്ള ട്രെയിൻ, കൽക്കരി ട്രെയിൻ, അതിനകത്ത് കയറി ഞാൻ പോകണം. അത് റിസർവേഷനൊന്നുമില്ല, എവിടെ പോകണം. അത് കയറി നേരെ അടുത്ത ദിവസം രാവിലെ പിന്നെ മദ്രാസിൽ ചെന്നു. അപ്പൊ എൻ്റെ സർക്കാരൊക്കെ സൂക്ഷിച്ചു ചെയ്തു. അപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് ഈ മത്സരം നടക്കുക. വായ്പാട്ട്, വയലിൻ, പിന്നെ തന്ത്രിവാദ്യം, പിന്നെ സുഷിരവാദ്യം, മറ്റേതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാം ഓരോ ഇതിൽ നടക്കുകയാണ് 2 ആഴ്ചയായിട്ട്. ഇത് അവസാന ദിവസം ഇത് ഞാൻ വായിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നോട്ട് 22 പേരുണ്ടായിരുന്നു അവസരത്തിന്. രാവിലെ വരെ നടക്കുക. അപ്പൊ വൈകുന്നേരമാണ് ഞാൻ വായിക്കുന്നത്. ലാസ്റ്റാണ് ഞാൻ നേരിട്ടുള്ള ഇത് ആ സ്റ്റേജിൽ ഇരിക്കണം. അപ്പൊ മുൻവശത്ത് GN ബാലസുബ്രഹ്മണ്യം, ഫ്ലൂട്ട് സ്വാമിനാഥ പിള്ള, മുടിക്കൊണ്ടാൽ വെങ്കട്ടരാമയ്യർ, പിന്നെ ഏമനി ശങ്കര ശാസ്ത്രി, ഇത്ര 4 പേർ, 4 ഭയങ്കരന്മാരായിട്ടുള്ള ആൾക്കാരാണ് മുമ്പിരിക്കുന്നത്. മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ. ഇവരെ കാണുമ്പോൾ തന്നെ നമുക്കൊന്നും അതിനൊന്നും വരത്തില്ല. ആ രീതിയിലുള്ള ഇതായിരിക്കും. ഏതാണ്ട് ധൈര്യപൂർവ്വം ഒക്കെ പഠിച്ചോണ്ടിരിക്കുന്നത്. ഇത് ഈ ചെറുപ്പത്തിന്റെ ഇതായിരിക്കും, ആ ധൈര്യമായിരിക്കും. അരമണിക്കൂർ വായിക്കണം നമ്മൾ ആദ്യം. കരകരപ്രിയ രാഗം വായിച്ചിട്ട് സ്വാതിരുതാണ്ട സതതം താപക എന്നും പറഞ്ഞുകൊണ്ട് കീർത്തനമുണ്ട്. അത് വായിച്ച് സ്വരവും വായിച്ച് കുറച്ച് നിർത്തി. അപ്പോൾ മുടിക്കൊണ്ടാൽ വെങ്കട്ടരാമയ്യര് കൊഞ്ചം തോടി രാഗം വായിച്ച് ഞാൻ അറിയാവുന്ന തോടി ഒരു 5, 6, 7 മിനിറ്റ് വിസ്തരിച്ച് വായിച്ചു നിർത്തി പോലും. മത്സരം കഴിഞ്ഞു. അതോടുകൂടി എന്നോട് കൂടി തീരുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്യും, ആരൊക്കെ ജയിച്ചു എന്തൊക്കെയാണെന്നുള്ളത് അവരെ ഇതിൽ വരും.
നോക്കിയപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്, എൻ്റെ പേര് വന്നിട്ടുണ്ട്, ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് ജയശങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ മുടിക്കൊണ്ടാൻ വേണ്ടി ഡ്രൈവർ എന്നെ വിളിച്ചു, തമ്പി ജവാൻ എന്ന് പറഞ്ഞു, ഉനക്ക് നല്ല ജ്ഞാനം വരും, നീ ഒരു നല്ല பெரியவனாய் பெரிய நாசர் வித்வானாகட்டும், அதுக்கெல்லாம் உள்ள ஞானம் உனக்கு உண்டு, அது காப்பாற்றணும், നീ നല്ല ഇതായിട്ട് തപ്പി ഒരു അനുഗ്രഹം. ഞാൻ ഇത് ഒരു തമിഴ് വലിയ വിദ്വാന്റെ ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ 18ാമത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം. അതാ പറഞ്ഞത്, ഇങ്ങനെ എനിക്ക് ചില ഭാഗ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ഡൽഹിക്ക് പോകണം. നാലാമത്തെ ദിവസം 5ാമത്തെ ദിവസം അവിടെ ഡൽഹിയിൽ ഈ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പൊ തിരിച്ച് വന്നിട്ട് പോകാനുള്ള സമയമില്ല. ഉടനെ അച്ഛനെ പിന്നെ ഫോൺ ചെയ്ത് വരുത്തി അവിടെ വന്നു. അച്ഛൻ അടുത്ത ദിവസം രാവിലെ വന്നു. ഇവിടെ ഈ ഓരോ മത്സരത്തിൽ ജയിച്ചവരൊക്കെ അവരുടെ മക്കൾ, അവരുടെ അച്ഛന്മാരൊക്കെ മക്കളെ എടുത്ത്, അയ്യോ ഇത് എൻ്റെ മക്കളുടെ നിങ്ങൾ എൻ്റെ ഭാഗ്യം അങ്ങനെ പറഞ്ഞ് അവരെ പൊക്കിക്കൊണ്ടൊക്കെ ഇറക്കി. ഞാനിതിട്ടുണ്ടോ, എൻ്റെ അച്ഛൻ ഇപ്പോൾ വന്നു നമ്മളിങ്ങനെ എന്തെങ്കിലും വലിയ കാര്യമായിട്ടൊക്കെ പറയും എന്നൊക്കെ വെച്ചിട്ട് അച്ഛൻ ഞാൻ വന്നിട്ട് ഇവിടെ ജയിച്ചു ഇല്ലേ, നന്നായി, ഇത്രയേ ഉള്ളൂ, വേറെ യാതൊരു വേറൊരു വാക്കൊന്നും അച്ഛൻ്റെ ഇത് വന്നില്ല. അടുത്ത ദിവസം എൻ്റെ 4 മണിക്ക് വൈകുന്നേരം 4 മണിക്കാണ് അവിടുത്തെ ട്രെയിൻ. പഴയ കരിക്കാശി വണ്ടിയാണ് അത്. അത് 3 ദിവസം കഴിഞ്ഞാണ് ഡൽഹിയിൽ എത്തുന്നത്. അതിൽ കയറി ഇരുന്ന് 3ാമത്തെ ദിവസം ഡൽഹിയിൽ എത്തി. അവിടെ അവർ വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അവിടെ അന്ന് 3ാമത്തെ ദിവസം വൈകുന്നേരം ഒരു റിഹേഴ്സലുണ്ട് രാഷ്ട്രപതിൻ്റെ മുമ്പിൽ. എങ്ങനെ അവിടെ വായിക്കാൻ കുറച്ച് ഒരു 10 മിനിറ്റ് വായിക്കുക, അങ്ങനെയൊക്കെ 10 മിനിറ്റ് എല്ലാവരും ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ടാണ് രാഷ്ട്രപതി വരുന്നത്. അപ്പോൾ വരുമ്പോൾ എങ്ങനെയൊക്കെ ഇരിക്കണം എന്നുള്ള ഇതിൽ 4ാം ദിവസം രാവിലെ 10 മണിക്ക് അദ്ദേഹം വന്നു. അയ്യോ, ആ രാജേന്ദ്രപ്രസാദ് കൈയും കെട്ടി അങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് നമ്മൾ പേടിച്ചു പോകുന്ന ഒരു സിംഹ ദൃഷ്ടിയാണ് അത്. ആ ഒരു ഇത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അത് വന്നവരെ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് ഇത് വാങ്ങിച്ച് ഇപ്പം ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് നോട്ടങ്ങോട്ട് പേടിച്ച് വരുന്നിട്ട് അത് വാങ്ങിച്ച് വളരെ പോയി അതിലൂടെ തിരിച്ച് വന്നു. അന്ന് വൈകുന്നേരം ഒരു അരമണിക്കൂർ വായിക്കണം എല്ലാവരും. അപ്പം രാഷ്ട്രപതി ഇല്ല അവിടെ, അതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾ അവിടുന്ന് ആഗ്രയിലൊക്കെ പോയി എല്ലായിടത്തും കണ്ട് സ്ഥലമൊക്കെ കണ്ടിട്ട് തിരിച്ച് 2 ദിവസം അവിടെ താമസിച്ചിട്ടാണ് തിരിച്ച് പോകുന്നത്. തിരിച്ച് ഇവിടെ വന്നു. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും അപ്പോൾ പേപ്പറിലൊക്കെ വന്നു, തിരുവിടെ രാഹുൽ മണിയുടെ മകന് ഇങ്ങനെ ജയശങ്കർ ഇങ്ങനെ പ്രസിഡന്റിന്റെ മെഡൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒക്കെ വന്നു. അപ്പോൾ കച്ചേരിക്കല്ല ഇനി എന്നെ വായിക്കാൻ കൊണ്ടുവരണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ നിർബന്ധിച്ചു തുടങ്ങി. അപ്പോൾ അച്ഛൻ്റെ കൂടെ കച്ചേരി വായിക്കാനായിട്ട് ഇങ്ങനെ പോയി തുടങ്ങി. ഞാൻ പോയി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആ പഠിത്തമൊക്കെ ഉഴപ്പലായി. അപ്പോൾ 2ാമത്തെ വർഷം ആണ്. അപ്പോൾ ആർട്സ് ഡേയിലേക്ക് പ്രിൻസിപ്പൽ എന്നെ വിളിപ്പിച്ചു. ആർട്സ് ഡേ വരികയാണ്, നാസരം വായിക്കണം, പ്രസിഡന്റിന്റെ വിടലൊക്കെ വായിച്ചല്ലേ നാസരം ഒരു അത് CMS കോളേജിലെ അനുഭവമാണ്. പേടിച്ചു പോയി. കാരണം CMS കോളേജിൽ ഒരു അവിടെ വായിക്കുക എന്ന് പറഞ്ഞാൽ ചില ഒരു തരം പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ എന്ത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചില്ല. അപ്പം ആ സ്റ്റേജിൽ ഈ വേറെ പാടുന്നവരൊക്കെ ഉണ്ട്. ഞാനൊരു 2-3 സിനിമാ പാട്ട് തയ്യാറാക്കി. ഈ പാലും പഴവും എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ഇത്, അത് പാലും പഴവും പാലും പഴവും അങ്ങനെ പാട്ട്. പിന്നെ പോനാ പോകട്ടും പോടാത്തും പറഞ്ഞിട്ടൊരു അതും അതിനകത്തുള്ളതാണ്. പിന്നെ നാഗിൻ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ മനുഡോലെ മനുഡോലെ പറഞ്ഞ അങ്ങനെ ഒരു പാട്ടുണ്ട്. ഇപ്പം ഇത് 3 തയ്യാറാക്കി റെഡി ആയിട്ടിരുന്നു. അപ്പോൾ ഈ ആർട്സ് വായിക്കുന്ന ഒരു ഡോലക്കാരുണ്ട്, ഒരു ആർട്സ് ഈ ഓർക്കസ്ട്ര വായിക്കുന്നത്, അയാളെയും പിടിച്ചൊന്ന് ശരിയാക്കി എടുപ്പിച്ചു. ഞാനും പാനും തല്ലൊക്കെ തള്ളി കയറ്റി അതെല്ലാം അവിടെ ഇരുന്ന് നാസറൊക്കെ എടുത്ത് പിന്നെ അങ്ങോട്ട് ആദ്യം പാലും പഴവും പറഞ്ഞുകൊണ്ട് പേടിച്ചോണ്ടായിരിക്കുന്നത്. അപ്പം നമ്മുടെ അമ്പലപ്പുഴ രാമവർമ്മ സാറൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ഇതായി എനിക്ക് ഇവിടെ ഈ നാസർ കൊണ്ട് വല്ല കുഴപ്പമാണോ.
ഏതും ധൈര്യമായിട്ട് ഏതും ഇവരുടെ കൂവിനെക്കാണ്ടും വലിയ ശബ്ദം എൻ്റെ ദാസരത്തിലുള്ളത്. അപ്പോൾ ഇവരെ ആ ധൈര്യത്തോടു കൂടി ഒരു കാഴ്ച പാലും പഴും. അപ്പോൾ ഇത് കഴിയുന്ന ശബ്ദമില്ലായിരുന്നു. കഴിഞ്ഞ ഉടനെ ഭയങ്കര അപ്ലാസ്, അപ്പോൾ ഒരു സമാധാനമായി. പിന്നെ അത് കഴിഞ്ഞ് പോരാൽ പോകട്ടും പോളാ ഒരു അടിയടിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനമായി. പിന്നെ നാഗിൻ മൂന്നാമത്തെ പാട്ട് ഭയങ്കര കയ്യടി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇതിനൊരു കയ്യടി അവിടെ കേട്ടിട്ടില്ല. ശരിക്കും പ്രോഗ്രാം നല്ല വിജയമായിരുന്നു. നല്ല വിജയമായിരുന്നു, ഭയങ്കര വിജയമായിരുന്നു. അങ്ങനെ ഇത് ഈ അച്ഛൻ്റെ കൂടെ കച്ചേരിയും ഒക്കെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആ വർഷം പിന്നെ പഠിത്തത്തിലൊക്കെ കുഴപ്പി, സംഗതി കുഴപ്പമായി, ഒന്നും ജയിച്ചില്ല. 2 പ്രാവശ്യം എഴുതിയിട്ട് ഉത്തരം കിട്ടിയില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ചെയ്താൽ ഈ തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിൽ പോയിട്ട് ഈ പാട്ടിൽ ചേര് വോക്കൽ ഇതൊക്കെ. അല്ല, ഈ RLVയിൽ ചേർന്ന കാലഘട്ടത്തിലാണോ ഗാനഗന്ധർവൻ യേശുദാസുമായിട്ടുള്ള അനുഭവങ്ങൾ? അല്ല, ഞാൻ ചെന്നതിന്റെ അടുത്ത വർഷമാണ് യേശുദാസും വരുന്നത്.